Hello friends, welcome back to my channel Mums Daily. ഇന്ന് ഞാനൊരു മെഡ്രാസ് ഫിൽറ്റർ കോഫി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് നോർമലി ഒരു മെഡ്രാസ് ഫിൽറ്റർ കോഫിയുടെ അതേ മണോ രുചി ഗുണത്തിലൊക്കെ നമുക്കൊരു നല്ലൊരു അടിപൊളി ഫിൽറ്റർ കോഫി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു ഫിൽറ്റർ കോഫി എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായി ആദ്യം നമ്മൾ ഡീകോഷൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ, കോഫിയുടെ ഡീകോഷൻ. അപ്പോൾ അതിനായിട്ട് ഒരു സോസ് പാൻ അല്ലെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ പറ്റുന്ന ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ചൂടായി കഴിയുമ്പം ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, ഞാൻ ഒരു കപ്പ് അളവിലാണ് എല്ലാം പറയുന്നത് കേട്ടോ. ഞാൻ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വെട്ടിത്തിളയ്ക്കട്ടെ കേട്ടോ. നല്ലതുപോലെ തന്നെ വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ച ഉടനെ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഇതാപ്പോൾ ഇവിടെ നല്ലതുപോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കടുപ്പത്തിലാണ് ഡീകോഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് 3ലേക്ക് ആവാം. ഇനി കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഓർക്കുക, നന്നായി വെട്ടി തിളച്ചതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. എന്നിട്ടാണ് ഞാൻ കാപ്പിപ്പൊടി ഇട്ടത് കേട്ടോ. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറോളം ഇത് മൂടി വെക്കണം. അപ്പം മൂടി വെക്കണം, അത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ആ കാപ്പിപ്പൊടിയൊക്കെ താഴോട്ട് വന്ന് അടിഞ്ഞ് വരത്തുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാനിതൊന്ന് തുറക്കുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇതൊന്ന് തുറന്നിട്ട് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചെറുതായിട്ടൊന്ന് മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് തിരിച്ച് വീണ്ടും മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂറോളം നമുക്ക് മൂടി വെക്കണം. മിനിമം ഒരു 20 മിനിറ്റ് എങ്കിലും നമുക്കത് മൂടി വെക്കണം. എങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ ആ കാപ്പിപ്പൊടി എല്ലാം താഴോട്ട് അടിയത്തുള്ളൂ. ഇപ്പം ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 35 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ താഴെ അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഡീകോഷൻ ഇതിൻ്റെ മേലത്തെ മാത്രം വളരെ പതുക്കെ ഇളക്കാതെ നമ്മളിത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നമുക്ക് അന്നേരം അത് പകർത്തുമ്പോൾ, അതായത് നമ്മൾ കാപ്പി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എളുപ്പമാണ് ഡീകോഷൻ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റുമ്പം. അപ്പോൾ ഇങ്ങനെ ചെരിച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കലങ്ങാതെ തന്നെ നോക്കണം. അത് കലങ്ങി കഴിഞ്ഞാൽ ആ കാപ്പിപ്പൊടി എല്ലാം മേലോട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്ത് കാപ്പിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന്. നോർമലി ഫിൽറ്റർ കോഫിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിൽറ്റർ കോഫി പൗഡർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കിട്ടുമല്ലോ. ഇനി ഒന്നുമില്ലേ, ബ്രൂ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ബ്രൂവിൻ്റെ ഫിൽറ്റർ കോഫിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഡീകോഷൻ റെഡിയാണ്. ഇനി ഞാൻ ആ എടുത്തിരിക്കുന്ന ഒരു കപ്പിൽ ഞാൻ വെള്ളം എടുത്തിരുന്നത്, അതേ കപ്പിനകത്ത് തന്നെ ഒരു കപ്പ് പാല്, അത് ഈ പാല് ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കണം, വെള്ളമൊന്നും ചേർക്കാത്ത പാലായിരിക്കണേ. ഈ പാല് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. നല്ലതുപോലെ അങ്ങ് തിളച്ച് പൊന്തി വരട്ടെ. അപ്പോൾ അതാ പാല് നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്, നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഡീകോഷൻ റെഡിയാണ്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച പാല് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. നല്ലതുപോലെ പൊക്കി ഒഴിക്കാം കേട്ടോ, എന്നാൽ മാത്രമേ പതയൊക്കെ നല്ലതുപോലെ വരത്തുള്ളൂ. അതങ്ങനെയാണ്, ഈ ഫിൽറ്റർ കോഫിക്കൊക്കെ അങ്ങനെയാണ്, നല്ലതുപോലെ പത വരണം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കപ്പിലാണ് ഫിൽറ്റർ കോഫി എടുക്കാൻ പോകുന്നത്. സാധാരണ സ്റ്റീൽ കപ്പിലാണ്, ചെന്നൈയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ കപ്പിലൊക്കെ അല്ല ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുക. പക്ഷേ ഇവിടെ അതില്ല, അതുകൊണ്ട് ഞാൻ നോർമൽ കപ്പ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന കപ്പിനകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ആദ്യം ഇടേണ്ടത് കേട്ടോ. അത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ഒഴിക്കേണ്ടത് ഡീകോഷനാണ്. നിങ്ങൾക്ക് എത്ര കടുപ്പാണ് വേണ്ടതെന്ന് അനുസരിച്ച് അതനുസരിച്ചുള്ള ഡീകോഷൻ അതിനകത്ത് ഒഴിക്കുക. എന്നിട്ടാണ് നമ്മൾ പാലൊഴിക്കുന്നത്. പാല് ഞാൻ പറഞ്ഞ പോലെ നല്ല ദൂരത്തുനിന്ന്, ഇങ്ങനെ പറ്റുന്ന ദൂരത്തുനിന്ന് ഇങ്ങനെ ഒഴിക്കുക. ഒത്തിരി അങ്ങ് പൊക്കി ഒഴിക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു എന്താ പറയുക പതയായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റണം. നല്ലതുപോലെ അത് മിക്സ് ചെയ്യണം. സ്പൂണിട്ട് ഇളക്കരുത് ഒരിക്കലും. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ നമുക്ക് ആറ്റി കൊടുക്കാം. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഫിൽറ്റർ കോഫി, മെഡ്രാസ് ഫിൽറ്റർ കോഫി റെഡിയാണ്. ഈ ഒരു ഫിൽറ്റർ കോഫി നമുക്ക് ഇനി കടയിൽ പോയൊന്നും കുടിക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ ഫിൽറ്റർ ഇല്ല, അതുകൊണ്ട് ഡീകോഷൻ ഉണ്ടാക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കരുത്. നമുക്ക് ഇതിൽ ഫിൽറ്റർ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോഫി പ്രേമികൾക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരാം. സോ അൻറ്റിൽ ദെൻ ബൈ.